ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ ട്രീസ ആന്റണി, ബിഷപ്പ് ജെറോം CHC കെയർ ഓഫ് ലോകരക്ഷ ഹോസ്പിറ്റൽ തേവലക്കരയിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസറാണ്. ഈയിടെയായി നമ്മൾ പത്രങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഒരു കേസാണ് പേവിഷബാധ ഏറ്റി മരിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് പേവിഷബാധ? റാബിഡോ വൈറിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസാണ് റാബീസ് വൈറസ്. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് ഒരു മൃഗത്തിൽ നിന്ന് അടുത്ത മൃഗത്തിലേക്ക്, അല്ലെങ്കിൽ ആ പേവിഷബാധയുള്ള ആ മൃഗം മനുഷ്യനെ കടിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കടിക്കുമ്പോൾ ആണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഇൻടാക്റ്റ് അല്ലാത്ത ഒരു ചർമ്മത്തിലേക്ക് ഈ പേവിഷബാധയുള്ള മൃഗത്തിന്റെ ഉമിനീര് അങ്ങനെ എന്തെങ്കിലും സ്പ്രെഡ് ആകുമ്പോൾ അത് നമ്മുടെ ഇനോക്കുലേഷൻ നമ്മൾ പറയും. നമ്മുടെ സ്കിന്നിലേക്ക് അത് ഇനോക്കുലേറ്റ് ആയിട്ട് മസിലിലേക്ക് അത് വന്നിട്ട് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ബാധിച്ച പേവിഷബാധയുള്ള ഒരു അവയവം നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. അതൊക്കെ വളരെ അൺകോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നായ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ നമ്മളെ കടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇനി ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഏറ്റവും ആദ്യമേ ഇൻക്യുബേഷൻ പീരീഡ് എന്നാൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത സമയം ഉള്ള അത് ദിവസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാം ഈ റാബീസ് വൈറസിന്റെ കേസിൽ. പിന്നെ പ്രോഡ്രോമൽ ഫേസ് എന്ന് പറയും, അവിടെയാണ് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത്. പനി, വയറുവേദന, ഛർദി, ഓക്കാനം, കൺഫ്യൂഷൻ, അങ്ങനെ കുറേ സിംറ്റംസ് വരും. മൂന്നാമതായി ന്യൂറോളജിക്കൽ ഫേസിലേക്കാണ് വരുന്നത്. നമുക്ക് ഇറക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് അത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ പറയും. നമ്മൾ ഹൈഡ്രോഫോബിയ എന്നൊക്കെ വിളിക്കുന്നത് അതാണ്. ക്ലാസിക്കലായിട്ട് റാബീസിന്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ സൈനായിട്ട് പറയുന്നതാണ് ഹൈഡ്രോഫോബിയ എന്നുള്ളത്. പിന്നെ ഫുഡ് കഴിക്കാനും ലൈറ്റ് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരികയും കുറച്ച് കഴിയുമ്പോൾ സീഷറിലേക്കും ഹാലുസിനേഷൻ, ഫിറ്റ്സ്, അവസാനമായി കോമയിലേക്കും ചെന്നിട്ട് ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റാബീസ് വൈറസിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100% മോർട്ടാലിറ്റി ഉള്ളതാണെങ്കിലും 100% പ്രിവെന്റബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു നായയുടെ കടിയേറ്റാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റോളം സോപ്പും വെള്ളം ഉപയോഗിച്ച് ആ ഭാഗം നന്നായി കഴുകുക എന്നുള്ളത്. മാക്സിമം വൈറസിനെ അങ്ങനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും കടിയേറ്റ ഭാഗത്തുനിന്നുള്ളൂ. അതിനുശേഷം പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നമ്മൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയും, കാരണം ആ കടിച്ച ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുകയും, പിന്നെ TT വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ എടുത്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ ചികിത്സയെ പറ്റി കൂടുതൽ ആർക്കൊക്കെയാണ് വാക്സിൻ വേണ്ടത്, ആർക്കൊക്കെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ